സർ, അമേരിക്കൻ റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവും US സെനറ്ററുമായിരുന്ന ലിൻസെ ഗ്രഹാം ഇന്നലെ അന്തരിച്ചു. അപ്പം അദ്ദേഹം 71 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ട്രംപിൻ്റെ വളരെ വലിയൊരു സുഹൃത്തായിരുന്നു. ട്രംപിൻ്റെ വിദേശ നയങ്ങളെയൊക്കെ വളരെ അനുകൂലിച്ചിരുന്നു. ഇറാനുമായിട്ടുള്ള യുദ്ധം, അങ്ങനെ എല്ലാത്തിനും ട്രംപിനോടൊപ്പം നിന്ന ഒരാളായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഈ വേർപാട് ട്രംപിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യും? ട്രംപിനെ എത്രത്തോളം അഫക്റ്റ് ചെയ്യുന്നു പറഞ്ഞാൽ ട്രംപിന് വലിയ വിഷമമായിരിക്കുമല്ലോ നമ്മൾ. പക്ഷേ ഇതിനകത്ത് വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ നമുക്കെതിരെ നിൽക്കുന്നതിന് എങ്ങനെയും തീരുവോ? അത് വല്ലാത്തൊരു നമ്മൾ ഒരു ശാസ്ത്രം പോലെ അല്ലെങ്കിൽ ഒരു അത്ഭുതം പോലെ. ഈ ഇന്ത്യക്കെതിരെ ട്രംപ് ചില നിലപാടുകളൊക്കെ എടുക്കുമ്പം അതിനെ അങ്ങ് പർവ്വതീകരിച്ച് ഏറ്റവും വലിയ വലിപ്പത്തിൽ അതിന് പ്രസ്താവന ഇറക്കുകയും ശത്രുതാ മനോഭാവം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനകത്ത് ട്രംപിന്റെ ഉപദേശകരിൽ ഏറ്റവും വേണ്ടപ്പെട്ടവനായിട്ട് നിന്നിട്ടുള്ള ഒരാളാണ് ഇയാളെ സെനറ്ററൊക്കെ ആയി. ഇപ്പം ഇന്നലെ വാഷിങ്ടണിൽ വെച്ച് അദ്ദേഹത്തിന്റെ ഇടത്ത് വെച്ച് തന്നെയാണ് മരിച്ചതും അല്ലെങ്കിൽ ഹൃദയാഘാതം ഉണ്ടായതും അതിനുശേഷം മരണം സംഭവിച്ചതുമൊക്കെ. അപ്പം നമുക്കറിയാമല്ലോ ഇത് യുക്രൈൻ സന്ദർശനം കഴിഞ്ഞ് തിരിച്ചു വന്നതേ ഉള്ളൂ. അപ്പോൾ യുക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് യുക്രൈൻ്റെ ഭാഗമായിട്ട് നിന്ന് വളരെ സംസാരിക്കുകയും അപ്പോൾ ആ യുദ്ധത്തിനകത്ത് റഷ്യയെ സഹായിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അല്ലെങ്കിൽ റഷ്യയുടെ ഉള്ള നിലപാട് യുക്രൈൻ്റെ നിലപാടിന് അനുകൂലം വരുമ്പോൾ റഷ്യക്ക് അയാളുടെ നിലപാട് ശരിയല്ലെന്നുള്ളതാണല്ലോ. അപ്പം അതിനകത്ത് അനുകൂലമായിട്ട് നിൽക്കുന്ന ഇന്ത്യ മഹാരാജ്, ചൈന മഹാരാജ്. അപ്പം ആ ചൈന മഹാരാജ് അല്ലെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തിനെതിരെ വലിയ നീക്കം നടത്തണമെന്നും അത് താരിഫിന്റെ നേരത്തെ അറിയാലോ, താരിഫ് യുദ്ധം ഇപ്പൊ പുള്ളി കുറെ കുറഞ്ഞിട്ടുണ്ട്. കോടതി ഇടപെടുകയും അല്ലെങ്കിൽ താരിഫ് യുദ്ധം കൊണ്ട് അവിടെ ഒന്ന് സംഭവിച്ചതിനകത്ത് അത് ഇന്ത്യയുടെ മാത്രമല്ല. അപ്പൊ ഇന്ത്യക്ക് റഷ്യയുടെ കൂടെ വയ്ക്കുന്നുണ്ട് അന്ന് 500% താരിഫ് ഏർപ്പെടുത്തണമെന്ന് ഏറ്റവും വലിയ വലിപ്പത്തിൽ പറഞ്ഞ ഒരാളാണ് ഇദ്ദേഹം. മനസ്സിലായില്ലേ? പുള്ളി മറ്റേയാൾ പറയുമ്പം അത് ഇംപ്ലിമെന്റ് ചെയ്യണം. അതായത് ഇദ്ദേഹം ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ ഇന്ത്യക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്തായിരുന്നു. പക്ഷേ ഇന്ത്യക്ക് പുള്ളിക്ക് വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ രാജ്യങ്ങളാകണമെങ്കിൽ നമ്മൾ പറയത്തില്ലേ ഈ അടിയാൻ ഉടയാൻ വ്യവസ്ഥ എന്നൊക്കെ പറയത്തില്ലേ, അവിടെ വന്നിട്ട് ഏറാൻ എന്ന് പറഞ്ഞ് നിൽക്കണം. കാരണം ഇന്ത്യ അതിപ്പോ ഇന്ത്യ ഇപ്പൊ അങ്ങനെ നിൽക്കുന്നില്ല. അപ്പൊ ഇന്ത്യ അങ്ങനെ നിൽക്കാത്തതുകൊണ്ട് ഇന്ത്യ പുള്ളി ശത്രുവായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചു. ഇന്ത്യ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ നിന്ന് അവിടെ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് വലിയ താരിഫ് ഏർപ്പെടുത്തണമെന്ന് ട്രംപിനോട് പറയുന്നു. അല്ലെങ്കിൽ അതിനൊക്കെ പുറയിൽ ചുക്കാൻ പിടിച്ചിരുന്ന ആളാണ്. അതിനകത്ത് ഇന്ത്യയെ പാഠം പഠിപ്പിക്കാൻ വന്ന് അല്ലെങ്കിൽ ഇപ്പോഴും ഇന്ത്യയുടെ നിലപാടുകൾക്കെതിരെ നിൽക്കുന്ന വ്യാപാര കരാറായാലും മറ്റു പലതിനുമൊക്കെ അതിനകത്ത് യാതൊരു വിധമായ അഡ്ജസ്റ്റ്മെന്റുകളും നടത്തേണ്ട എന്നുള്ള രീതിയിലേക്ക് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ അദ്ദേഹത്തിന് ഏറ്റവും വലിയ ഉപദേശകനാകുമ്പം ആ ഉപദേശകൻ എന്ന് പറയുന്നത് നമ്മളും ഈ അമേരിക്കയും തമ്മിലുള്ള ബന്ധത്തെ തകർക്കുന്ന ഒരു ഉപദേശകനായിരുന്നു. ഒരുപക്ഷെ ഇത് ട്രംപിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ട്രംപിന്റെ കുറെ കക്ഷികളുണ്ടല്ലോ. ട്രംപിന്റെ കുറെ കക്ഷികളെന്ന് പറഞ്ഞാൽ ട്രംപ് പറയുന്നതെല്ലാം ശരിയാന്ന് പറയുക, ട്രംപ് പറയുന്നതെല്ലാം അംഗീകരിക്കുക, ട്രംപിന്റെ വിഡ്ഢിത്തരങ്ങളും എല്ലാം പറയുന്നതായിട്ട് നിൽക്കുന്ന കുറെ ആൾക്കാരുടെ കൂട്ടത്തിലുള്ള ആളാണ്. അപ്പൊ ഇതിനകത്ത് ഇദ്ദേഹം നമ്മൾ എപ്പോഴും ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശരിക്കും പറഞ്ഞാൽ ഒരു 20 കൊല്ലം കൊണ്ട് വളരെ പാടുപെട്ടാണ് ഒരു ദീർഘമായ ബന്ധം ഉണ്ടാക്കിയെടുത്തത്. അതായത് ഇന്ത്യക്ക് ഒരിക്കലും അമേരിക്കയെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു പാർട്ണറെ അല്ലായിരുന്നു. പിന്നെ അമേരിക്ക വലിയൊരു സാമ്പത്തിക രാജ്യമായതുകൊണ്ട് നമ്മൾക്ക് അവിടേക്കുള്ള കയറ്റുമതി നമ്മളുടെ രാജ്യത്തിന് ഗുണം ചെയ്തിരുന്നു. ഗുണമില്ലെന്നും പറയുന്നില്ല. അവിടത്തേക്കുള്ള കയറ്റുമതി ഗുണം ചെയ്തിരുന്നതിനോടൊപ്പം അത് പോയാൽ ഇന്ത്യ സാമ്പത്തികമായിട്ട് വലിയ കുഴപ്പത്തിലെത്തുമെന്ന് നരേന്ദ്രമോദിക്ക് മുൻപുള്ളായിരുന്ന ഭരണാധികാരികൾ പേടിച്ചിരുന്നു. നരേന്ദ്രമോദി വന്നതിന് ശേഷവും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അവിടത്തേക്കുള്ള താരിഫും അവിടത്തേക്കുള്ള കയറ്റുമതിയും നമ്മൾക്ക് കുറവ് വന്നാൽ നമ്മുടെ ഏതാണ്ട് 17% 18% മിനിമം അല്ലെങ്കിൽ കയറ്റുമതി ഉള്ള ഇടമാണ്. ഇത് കോടാനുകോടി രൂപ വരും. അതിനകത്തൊരു കുഴപ്പം പറ്റിയാൽ ഇവിടുത്തെ പല നമുക്കറിയത്തില്ല ഫിഷറീസ് മേഖലയിലും ഒക്കെ പല മേഖലയിലും കുഴപ്പം പറ്റും, അല്ലെങ്കിൽ പ്രശ്നം വരും. അല്ലെങ്കിൽ നമ്മുടെ ഈ ജുവലറി രംഗത്ത് ഒക്കെ കുഴപ്പം വരുമെന്നൊക്കെ. പക്ഷേ ആ കുഴപ്പം വരുമെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളെ ഭീഷണിപ്പെടുത്തിയത്. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട നമ്മുടെ കുഴപ്പം ഉണ്ടാവുന്ന സമയത്തും നമുക്ക് അന്നും ഇന്നും സുഹൃത്തായിട്ടുള്ള റഷ്യയുമായിട്ടുള്ള ബന്ധവും ആ റഷ്യയുമായിട്ടുള്ള ബന്ധത്തിനകത്ത് നമ്മൾ ആ ബന്ധം ഉണ്ടെങ്കിൽ തന്നെയും പണ്ട് റഷ്യയുടെ കയ്യിൽ നിന്ന് നമ്മൾ ക്രൂഡ് ഓയിൽ മേടിച്ചിട്ടില്ല. എന്ന് വെച്ചാൽ നമുക്ക് അന്ന് ലാഭത്തിൽ ക്രൂഡ് ഓയിൽ അവിടുന്ന് കിട്ടത്തില്ല, ഇത്രയും ദൂരമായതുകൊണ്ട്. ഈ സമയത്ത് റഷ്യക്ക് പ്രതിസന്ധി വന്നപ്പം ക്രൂഡ് ഓയിൽ നമുക്ക് ലാഭത്തിൽ കിട്ടുന്നുണ്ടാണ് റഷ്യയിൽ നിന്ന് മേടിച്ചത്.
ആ റഷ്യയിൽ നിന്ന് മേടിക്കാൻ പറ്റത്തില്ല എന്നുള്ള തിട്ടൂരൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ല. നമ്മൾ അങ്ങനെ ആരുടെ അടിമയായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് അവിടുത്തെ സാധനം മേടിച്ചു, ചൈന മേടിച്ചു. അപ്പം നമ്മളും അവിടെ നമ്മുടെ രാജ്യത്തിന്റെ ലാഭമാണ് നോക്കി ഞാൻ പറഞ്ഞത്. അപ്പം ഈ 20 കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത അമേരിക്കയിൽ കൂടി വേണമായിരുന്നു ഇന്ത്യ വലിയ സംഭവമാണ്. നമുക്ക് ഈ വലിയ സർവീസ് മേഖലയിൽ മറ്റ് ഈ പല ബാങ്കിങ് മേഖലയിൽ മറ്റു പല മേഖലയിൽ അമേരിക്ക കോടിക്കണക്കിന് രൂപ ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ അത് മറച്ചു പിടിച്ചോണ്ടാണ് ട്രംപ് പറഞ്ഞു ഇവിടെ സാധനോട്. അപ്പം ആ മേഖലയിൽ ഉണ്ടാക്കിയ ബന്ധം കൊണ്ടാണ് ഇപ്പൊ ഈ ബന്ധം ട്രംപിന് മുമ്പ് വരെ ഇരുന്ന ഭരണാധികാരികൾ, ട്രംപ് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവനായിരുന്നു വിചാരിച്ചു, മുമ്പ് വരെ ഇരുന്ന ഭരണാധികാരികൾ നമ്മളോട് താല്പര്യം ഉണ്ടായിട്ടല്ലെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റിൽ പോകുമായിരുന്നു. അതിനുശേഷം ഇപ്പൊ ട്രംപ് വന്നപ്പോൾ പലതും നമുക്കെതിരെ നീക്കം നടത്താൻ തുടങ്ങി. നമ്മളതൊന്നും മൈൻഡ് ചെയ്തില്ല. താരിഫ് കൊണ്ടുവന്നപ്പോഴും അവിടത്തേക്കുള്ള കയറ്റുമതിയെ മറികടക്കാൻ നമ്മൾ അവരുടെ യൂറോപ്യൻ രാജ്യങ്ങളെയും നാറ്റോ രാജ്യങ്ങളെയും മറ്റു പല GCC രാജ്യങ്ങളെയും ഉപയോഗിച്ചു, മറികടന്നു. അവരെത്ര തിട്ടൂരം അല്ലെങ്കിൽ ഈ താരിഫിന്റെ ബസിൽ പിടിച്ചയിടത്ത് ആ സമയത്ത് നമ്മൾ അതുവരെ ഇല്ലാത്തതിനെക്കാട്ടി ഒരു ഏതാണ്ട് ശതമാനത്തിൽ കണക്ക് നോക്കുമ്പോൾ ലോകത്തുനിന്ന് വന്ന കണക്കനുസരിച്ച് അതുവരെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ കയറ്റുമതി നമ്മൾ ഈ പറഞ്ഞ ചെയ്യാൻ സാധിച്ചു. അവർക്ക് അവിടെ വിൽക്കാൻ പറ്റാത്തത് നമ്മൾ ഇവിടെ നിന്ന് GST കുറവ് വരുത്തിയിട്ട് ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ഏറ്റവും കൂടുതൽ ഈ സാധനം വിൽക്കാൻ പറ്റുന്ന ഒരിടം നമ്മുടെ സാധനം ഇവിടെ എന്നാ വിറ്റത്, GST കുറവ് വരുത്തിയല്ലോ. അപ്പൊ സാമ്പത്തിക മേഖലയിൽ ഒരു രീതിയിലും അമേരിക്കയുടെ താരിഫോ അമേരിക്കയുടെ ഈ പറയുന്ന വിരട്ടൽ കൊണ്ടോ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്കും ഇപ്പോഴത്തെ നമ്മുടെ ഈ ലോകബാങ്കിന്റെ പുതിയ പഠനം അനുസരിച്ച് നമ്മുടെ സ്റ്റഡി GDP മാറ്റം വരാത്ത GDP ഗ്രോത്ത് ആണ്. ഇതിങ്ങനെ പൊക്കൊണ്ടേയിരിക്കുമെന്നാണ്, ഫ്ലക്ച്വേഷൻ പോലും ഇല്ല. അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ പോക്ക് അത് വലിയ വലിപ്പത്തിൽ നമ്മൾ വളർച്ചയിലേക്ക് എത്തിക്കുമെന്ന അതിനാണ് ഈ ഇത് വിദേശ രാജ്യങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള പഠനമൊക്കെ ഉണ്ട്. അത് അമേരിക്കയ്ക്കും അതിലെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും പഠിച്ചിട്ട് പഠനം നോക്കിയപ്പം 75 ആകുമ്പോഴത്തേന് അമേരിക്കൻ സാമ്പത്തികത്തെ അല്ലെങ്കിൽ അമേരിക്ക ലോകത്തെ നമ്പർ 1 സാമ്പത്തിക ശക്തിയാണ്, അതിനെ മറികടക്കും ഈ രീതിയിൽ ഇന്ത്യ പോയത്. ഇതുകൊണ്ടാ പാകിസ്ഥാൻ പറയുന്നത് ഇതിനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കാൻ നിൽക്കുന്നത്, ഇതുകൊണ്ടാണ് വിഷയങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്, ഇതുകൊണ്ടാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്നത്. അപ്പൊ അതേ രീതിയിൽ അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കുന്ന ഒരമേരിക്കയെ രൂപപ്പെടുത്തുന്നതിന് ഏറ്റവും കൂടുതൽ ശക്തി പകർന്നുകൊണ്ടിരുന്ന ഒരു സായിപ്പാണ് ഇന്നലെ തട്ടിപ്പോയതെന്നാണ് ഈ പറഞ്ഞു വന്നത്. ഈ സെനറ്റർ, അതായത് ഒരുപക്ഷെ ട്രംപ് വിചാരിച്ചിരിക്കും, ട്രംപ് ഇത്രയൊന്നും വിചാരിച്ചു കാണത്തില്ല. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിലുള്ള ഇന്ത്യ ഇലക്ഷൻ സമയത്ത് ഇന്ത്യക്കകത്ത് കുടിയേറ്റക്കാരുടെ വോട്ട് ഞാൻ ഹിന്ദുവാണ്, ഹിന്ദു വിശ്വാസത്തെ ഞാൻ ഏറ്റവും മുറുകെ പിടിക്കുന്നു എന്ന് കണ്ടുകൊണ്ട് നമ്മുടെ സഹായവും അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സുഹൃത്താണെന്നുള്ള നമ്മളുടെ പരസ്യമായിട്ട് പറഞ്ഞില്ലെങ്കിലും പല രീതിയിലുള്ള പ്രസ്താവനകൾ കൂടി മനസ്സിലാക്കി വോട്ട് ജയിച്ചു വന്നതിന് ശേഷമാണ് ഈ തകിടം മറിച്ചിൽ വന്നത്. അപ്പൊ അതിന്റെ തകിടം മറിച്ചിലിനോടുകൂടി അമേരിക്കയ്ക്ക് ഉണ്ടാക്കിയേക്കുന്ന ക്ഷതവും ഇന്ത്യയുടെ ആ രീതിയിൽ നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് പല മേഖലയിൽ കൂടി നമ്മൾ മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളെ വേറെ പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്. ഏതായാലും ഉപദ്രവിച്ചുകൊണ്ടിരുന്ന ഒരു സായിപ്പ് തീർന്നുപോയി, അതൊരു നിമിത്തം പോലെ സംഭവിച്ചിരിക്കുന്നു. നമ്മുടെ ശത്രുപക്ഷത്ത് വരുന്ന എല്ലാവരും ഒന്നെങ്കിൽ സ്വാഭാവികമായിട്ട് തീരും, അല്ലെങ്കിൽ അജ്ഞാതം കൊല്ലും, അല്ലെങ്കിൽ ഏതെങ്കിലും കുഴപ്പം പറ്റും. ഏതായാലും ഈ സായിപ്പിന്റെ കാര്യത്തിൽ തീരുമാനം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.